വാർഡ് വിഭജന ബില്ല് പാസ്സാക്കിയത് പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാതെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മോദി ശൈലിയിലാണ് ബില്ല് പാസ്സാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വാർഡ് വിഭജന നടപടി വേഗത്തിലാക്കിയത് പിടിവാശിയോ ഏകാധിപത്യമോ അല്ലെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു. ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസ്സാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസ്സാക്കുകയുണ്ടായി. സാർ, അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസ്സാക്കുന്നതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ സവിശേഷതകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സാർ. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ശ്രീ എൻ ഷംസുദ്ദീൻ MLA-യും ഇവിടെ ഉന്നയിച്ചതുപോലെ ഇതിൽ വാശിയുടെയോ ഏകാധിപത്യത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു സമീപനം കൊണ്ടല്ല ഇന്നലെ ബില്ല് പാസ്സാക്കിയത്. ഒരുപക്ഷെ ഇന്നലത്തെ അന്തരീക്ഷത്തിൽ ഇന്നലെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഈ സഭയിൽ ഉണ്ടായത്. ആ അന്തരീക്ഷത്തിൽ ആശയവിനിമയത്തിൽ ഒരു ഗ്യാപ്പ് വന്നു കാണും. അതുകൊണ്ട് സംഭവിച്ച സർക്കാരിന് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മനോഭാവവുമില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. വാർഡ് വിഭജന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസ്സാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നത്തിൽ സ്പീക്കർ റൂളിംഗ് നൽകി. സബ്ജക്ട് സെലക്ട് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതാണ് നല്ലത്. അടിയന്തര സാഹചര്യം പരിഗണിക്കേണ്ടതുണ്ടെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ക്രമപ്രശ്നത്തിലുള്ള സ്പീക്കറുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.